അപ്പൊ നിഷ്കരിക്കാൻ പോകുന്നേ ആലുമൂലക്കര കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ പണ്ടൊരു എന്തോ ഒരു കഥയില്ലേ, ഹിരണ്യകശിപു. വിഷു ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും എന്താ വിഷുവിന് മുൻപ് എൻ്റെ മോനെടുത്തതാ ഈ അധ്വാനം കാണാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നത് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരുടെ ഫ്രിഡ്ജിലും ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കയറി ഇരിക്കുകയായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വിഷുവിന് തലേ ദിവസം സാമ്പാർ അങ്ങോട്ട് ഇട്ട് വെച്ച് അതിന് മുന്നേ തന്നെ ഒരു പൈനാപ്പിൾ പുളിങ്കറിയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ എന്തായാലും സാമ്പാർ ആയി കഴിഞ്ഞ പാടനെ ഇതാ ഒരു ടീം ഇങ്ങോട്ട് എത്തിയിട്ടാ. ഇതാ വേറെ ആരും അല്ല, ചേട്ടയും നിഗിയും മക്കളും എല്ലാവരും കൂടി കേട്ടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വൈകുന്നേരം ആയപ്പോണ്ട് ഞങ്ങൾ സാമ്പാറൊക്കെ ആയി നിഷ്കരിക്കാനുള്ളൊരു പരിപാടിയിലേക്ക് നിൽക്കുമ്പോഴേക്കൊണ്ടിടാം പെട്ടെന്നാണ് ഇവർ കയറി വന്നത് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഞാൻ വിളിച്ചിട്ട് 2 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവർ അമ്മൂൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് പറഞ്ഞിട്ട് കുറച്ച് തിരക്കിലാണെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പരിപാടി ഉണ്ട് ത്രിസന്ധ്യ സമയത്ത്, നമുക്കൊരു മെയിനൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇത് കഴിക്കട്ടെ. അപ്പോൾ നിഷ്കരിക്കാൻ പോകുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 മൂലക്കര കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിഷ്കരിക്കട്ടെ. അതിങ്ങനെയാണ്, ഇതിനാണ് വിഷുക്കരിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യണം അപ്പോഴും. പ്ലാസ്റ്റിക് മാറ്റി എരിഞ്ഞിറങ്ങുന്ന സമയത്ത് അങ്ങനെ എന്തോ പറയില്ലേ, ആ ഒരു ടൈം എനിക്കിതിൻ്റെ വലിയ ഇതൊന്നും അറിയില്ല. പക്ഷേ പണ്ടേ അമ്മയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ച് അതിനകത്ത് ഓരോ പടക്കമൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കും ഇതുപോലെ തന്നെ പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുപോലെ പുറകെ കിടക്കും. അപ്പോൾ എൻ്റെ പിള്ളേരെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട് ഇതിൻ്റെ കഥയൊക്കെ എന്താണെന്ന്. പക്ഷേ എനിക്കിത് കഥയൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് ആ ഒരു ഇതൊന്നും ഇല്ല എനിക്ക്. പക്ഷേ ഞാനിങ്ങനെ ഏകദേശം ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ മറ്റേ ഇതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇതിനകത്ത് എന്തായാലും സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ട് എനിക്ക് പൊതുവായിട്ടൊന്നും ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നത് മാത്രം. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിങ്ങനെ നല്ലോണം മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് തുണികളും ഒക്കെ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് കത്തിക്കുകയാണ്. നല്ലൊരു തീ തന്നെ അവിടെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടിങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ തീ കൊടുത്തതിന് ശേഷം നമ്മളോട് അച്ഛമ്മയൊക്കെ വന്നിട്ട് പറയലാണ് ഇതിനകത്ത് പടക്കൊട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒന്നിച്ചിട്ടിട്ട് പൊട്ടിക്കണം അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഓരോന്നിട്ടിട്ട് ഓടലാട്ടാ. പിന്നെ ഓരോന്നൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ 4 ഭാഗവും പൊട്ടിച്ച് ഇത്രയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല തീയെല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ കിടന്ന് കത്തട്ടെ. ഇനി ഓരോ പടക്കം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു ഓരോ പടക്കം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേന്ന് പറഞ്ഞ് ഒരു ഇതല്ലേ അരങ്ങില്ലേ. അപ്പോൾ നന്ദു മനസ്സോടെയാണോ എന്ന് അറിയില്ല. നന്ദു ഓരോ പടക്കം ഇങ്ങനെ ഇടുന്നുണ്ട്. പണ്ടോ ചെയ്തിരുന്ന സംഭവമാണ്. പൊട്ടി പൊട്ടിയില്ലേ പൊട്ടിയില്ലേ അതാ എല്ലാം ചീറ്റി പോന്നല്ലടാ. ഇടുകാരനോട് കൊണ്ടിട്. അങ്ങനെ ആ ബഹളമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചേട്ടൻ എന്തായാലും കുറച്ച് എല്ലാവർക്കും വിഷ് കൈ നീട്ടമൊക്കെ തന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് കൈ നീട്ടമൊക്കെ വാങ്ങി. അതുപോലെ തന്നെ അമ്മ പിള്ളേർക്ക് കൊടുത്ത് പിന്നെ പിള്ളേർ ഇങ്ങോട്ട് കൊടുത്ത് ഇതന്നെ വാങ്ങൽ കൊടുക്കൽ അതന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും വിഷ് കൈ നീട്ടമൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായി. വെറുതെ കുറെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതാണ് വിറ്റ് വെറുതെ പേടിപ്പിക്കണേ ഇവരെ. അച്ഛോട് എന്ത് വിളിച്ചു പറയടാ ദുഃഖ മാറിയെന്നാ ചാതയു. അങ്ങനെ അവർ പോകാനിറങ്ങി. ഒപ്പം ഞങ്ങളും ഇട്ട് അവരോടൊപ്പം നാറാത്തേക്കല്ല, പക്ഷേ ഞങ്ങൾ മാട്ടൂലേക്കാണ്. അപ്പോൾ അവർ സാധനമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് പോയിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ. അപ്പോഴാണ് ദുർഗ എന്നോട് കഥ പറഞ്ഞ കേട്ടോ. ദുർഗയുടെ കഴിഞ്ഞ വിഷുവേ പോയി എന്നാ പറയുന്നത് കേട്ടാ. കഴിഞ്ഞ വിഷുവിന് ദുർഗ അച്ഛനെ കണി കണ്ടത്. ഈ വിഷുവിനെങ്കിലും ദുർഗ കൃഷ്ണനെ ഒന്ന് കണി കാണട്ടെ എന്നാ പറയുന്നത്. ഞാൻ ഇന്ന് എന്തായാലും കണ്ണടച്ചേ പോകും. കൃഷ്ണൻ തന്നെ കാണണേ. നോക്കുമ്പോ അതിനപ്പുറത്ത് അച്ഛൻ. പിന്നെ അവരെയും കൂട്ടി നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്ന് അവർ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ ചെറിയ രീതിയിലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ നൈസായിട്ട് ഇറങ്ങി. എന്നിട്ട് വേണ്ടേ ഇനി വീട്ടിലിരിക്കണ പടക്കമൊക്കെ എടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ധൃതിയിൽ ഇങ്ങോട്ട് എത്തി കേട്ടാ. ഇവിടെ എത്തുമ്പോൾ നമ്മളെ മിന്നൂസും ടീമൊക്കെ നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുക കേട്ടാ. എല്ലാവരും കൂടെ ഒന്നിച്ച് ആ പടക്കം പൊട്ടിക്കാനുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും ഇരിക്കുക. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം അല്ലേ. നിങ്ങ എവിടെയാ പോവാന്ന് പറമ്പില്ല
ഇപ്പൊ വെക്കുമ്പോ നോക്കണേ. നിങ്ങക്ക് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടാ എപ്പൊ കിട്ടിയത്? ഓ എല്ലാരും മാറണേ, എല്ലാരും മാറിയിട്ട് വേണം പൊട്ടിക്കണമെങ്കിൽ. എനിക്ക് ഒരുപാട് പണിയൊക്കെ കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണം. കുറച്ച് സമയം കണ്ടിട്ട് ഞാൻ അകത്തോട്ട് ഉറങ്ങുമ്പോ വരെ പടക്കം പൊട്ടിക്കല്. ഇതിപ്പോ തീരും. അതിന്റെ എവിടെയാണ് ഇപ്പൊ ഉള്ളത്? അയ്യേ ഞാൻ പറ അയ്യേന്ന്. കൊള്ളാട്ടാ കൊള്ളാം. ഒരു കമ്പിത്തിരി കത്തിക്കുമ്പോ ഇവര് ഓടേണ്. ഏ നമ്മുടെ പഴയ കാലം. പഴയ കാലത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് വെടീന്റെ അടുത്തോട്ട് വരില്ലേ? അതെല്ലാം വെടിയാന്ന്. അതിൽ എല്ലാം കൂടി കത്തിയ മൊത്തത്തിൽ അയ്യോ 5 എണ്ണമൊക്കെ ഒന്നിച്ച് തിരിയാക്കിയിട്ട് വെച്ചേക്കേട്ടാ. ഇവനാണ് ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നതിന്റെ മെയിൻ ആള് കേട്ടാ. ഒരു കാലത്ത് ഞാനൊക്കെ ഇങ്ങനെ എറിഞ്ഞ് നോക്കണ്ടാ. എനിക്ക് പൊട്ടിക്കാനുള്ളത് ഗുണ്ട്. ആ ഗുണ്ടില്ലേ വലിയ ബോംബ്, അതാ ഞാൻ. അത് നമ്മളെ ഒന്നിച്ചല്ലേ പിന്നെ പിന്നെ പോട്ടു പണ്ട് ഒച്ച കെട്ടുമ്പോ പിന്നെ ഓട്ടു. താപ്പുവല്ലേ? എവിടെ പോയത്? അതാ അയ്യവാ എവിടെ? ഓ അച്ഛ ഓട്. അതിപ്പോ ബാക്കോട്ട് പോയി നിങ്ങൾ അടിച്ചു വീഴോട്ടാ. അതത്രേ ഉള്ളൂട്ടാ. അതാ നിന്റെ വീട്ടിലൊക്കെ എന്താ പോയാ? എടാ നിന്റെ വീട്ടിലോട്ട് എന്താ സാധനം പോയത്? നോക്കണേ നിന്റെ വീട്. ദൈവം എന്റെ വീട്ടിലോട്ട് എന്തോ പോയിട്ടുണ്ട് പോലും. പെയ്പ്പിന്റെ അവിടെ പോയിട്ട് എന്തിനാ കത്തിച്ചത്? സാരി പെയ്പ്പ് അങ്ങനെയായി. ഇതാടി ഓണാക്കി. നേരത്തെ ഒരെണ്ണം മിസ്സായത്, അതുകൊണ്ട് ഞാൻ ഓണാക്കി. ഓ എന്താണ് ഒരു പടക്കം പൊട്ട് ചുമ വന്ന നിങ്ങക്ക്? കുരുവി അമ്മ കയ്യിൽ പിടിച്ചിട്ട് തണ്ട. ഞാൻ ഇങ്ങോട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു. ഇവനത് കടലാസിൽ പിടിച്ചിട്ട് എത്ര ഇവന് വേണ്ടിട്ടാണ് ഈ പടക്കം മേടിച്ചത്. എന്നിട്ട് ഇതുവരെ ഇവനെ വീണ്ടും ഓടിക്കോ. ആകെ ഒരു കുരുവി പൊട്ടിക്കണേനാണ് ഈ ഓടുന്നത്. എത്തിയിട്ടില്ല മോനെ. മറ്റന്നാളെ എത്തുള്ളൂ. പൊട്ടിക്കലടാ, അങ്ങനെങ്കിലും ഒരെണ്ണം പൊട്ടിക്കട്ടാ വിഷുവായിട്ട്. അരമണിക്കൂറാ ഒരു കുരുവി പൊട്ടിക്കാൻ. നന്ദുവിൻ്റെ പേടിയും നന്ദുവിൻ്റെ ഓട്ടോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചൊരു വകയായിട്ടാ. എന്തായാലും ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഇരുന്നിട്ട് വലിയ ഡയലോഗെല്ലാം അടിച്ചില്ല. ഇനി ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിക്കണം നിങ്ങളെ കാണിച്ചു തരണ്ടേ. ഒന്ന് കറി പോയി തന്നെ എന്നോട് കഴിയില്ലാന്ന്. കയ്യില്ല. അത് ഇതാണ് പടപട പൊട്ടി. നമുക്ക് രാവിലെ പൊട്ടിക്കാം. ഇപ്പം നിങ്ങൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവും നേരത്തെ ഇരുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചതാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതാ കണ്ടോ നിങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കാൻ പോണത്. മതി എന്റെ വിഷു കഴിഞ്ഞു. ഇനി അടുത്ത മുബീന ഭയങ്കര സംഭവം പൊട്ടിയില്ല. എന്തോ ഗിഫ്റ്റ് കൊണ്ടുവരും വന്നിട്ടാ മേടിക്കടാ. നന്തോട്ടാന്ന് പറഞ്ഞിട്ട് വന്നതാ. എന്താ നോക്ക്. കയ്യോടെ പൊട്ടിക്ക്. പൊട്ടിക്ക്. നമുക്ക് അങ്ങനെ രഹസ്യമൊന്നുമില്ല. പൊട്ടി. പൂവെല്ലാം ഉണ്ട്. മിന്നുവിന്റെ വക വിഷു ആയിട്ട് ഞാൻ നന്ദുവിന് ഗിഫ്റ്റ്. വിഷു കോടി കിട്ടി. ഹാപ്പി വിഷു. അയ്യോ താങ്ക് യു. ഉപ്പാനോട് കൂടി പറഞ്ഞേക്കട്ടാ അല്ലേ. പിന്നെ
കറക്റ്റാ? ആ അടിപൊളി, നല്ല കളറടി, നല്ല രസമുണ്ട്. അങ്ങനെ എന്നാ തന്നെ വിഷ്. അപ്പൊ ബാക്കി ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ നമ്മക്ക് അതന്നെ, നമ്മക്കൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാരും പോയി കിടന്നുറങ്ങി. നമുക്ക് നാളെ രാവിലെ വിഷു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് എണീറ്റ് കണി കണ്ടിട്ടാ. കണി കാണാൻ ഞാനും നന്ദുട്ടനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവയപ്പം ഇല്ല. അമ്മ കണിയൊക്കെ വെച്ച് ഞങ്ങളെ വിളിച്ചെണീപ്പിച്ചു. ഞങ്ങളിതാ കണി കണ്ടു. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല തന്നെ സംഭവിക്കട്ടെ, നല്ല ദിനങ്ങളാവട്ടെ, നല്ലൊരു വർഷമാവട്ടെ എന്നൊക്കെ എല്ലാവരോടും ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും അവയപ്പം വലയൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾക്ക് വല കെട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെളുപ്പിന് ഇതാ തിരിയലാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ തിരണേൻ്റെ ഇടയ്ക്ക് വെളുപ്പിന് അവയപ്പം വന്നതിന് ശേഷം നന്ദൂനെ വിളിച്ചെണീപ്പിച്ചിട്ടാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും വെളുപ്പിനൊരു പടക്കം പൊട്ടിച്ച് അതൊരു രസമാണല്ലേ. വെളുപ്പിന് എല്ലായിടത്തും നിന്നും കേൾക്കുന്നുണ്ട് ഒച്ചയൊക്കെ. അപ്പം ഞാൻ മാത്രമായിട്ട് ഞാൻ പിന്നെ പൊട്ടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ അവയപ്പം വന്നതിന് ശേഷമാണ് പടക്കമൊക്കെ പൊട്ടിച്ചേട്ടാ. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ദാ ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ രാവിലെ വരുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാ വർഷവും അച്ഛൻ രാവിലെ എത്തലുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ ചായയെല്ലാം കുടിച്ചിട്ടൊന്ന് പോയി. അപ്പോൾ പിന്നെ കാരണം പണിയുടെ തിരക്കായിരുന്നു. രാവിലെ തന്നെ പോയി ചെമ്മീനൊക്കെ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, വെയിലത്തൊക്കെ ഇട്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ദാ ഇങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ. നെയ്പ്പത്തലും ചിക്കനുമാണ് കേട്ടോ രാവിലെ തന്നെ ആക്കിയത്. അപ്പോൾ ചിക്കൻ കറി നെയ്പ്പത്തലും പിന്നെ നല്ലൊരു കോമ്പിയാണല്ലോ. അപ്പോൾ എന്തായാലും അതുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഇങ്ങനെ അടിച്ച് കയറ്റിക്കോളട്ടെ എല്ലാവരും. അതുകൊണ്ട് അതാണ് രാവിലെ തന്നെ ആക്കിയത്. രാവിലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഒരു സമാധാനമാണ്. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് കേട്ടോ. അപ്പോൾ വെല്ലം കുരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പിൽ. നമ്മളെ അവിയലിൻ്റെ സാധനങ്ങളൊക്കെ അതും അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ ഒരടുപ്പിൽ രാവിലെ തന്നെ നെയ്പ്പത്തലിന് ചിക്കൻ കറി ആക്കിയോണ്ട് അതൊരു സമാധാനമായി. പിന്നെ ഞാൻ തലേ ദിവസം ഇട്ട് വെച്ച നമ്മളെ സാമ്പാർ, പിന്നെ ഫ്രിഡ്ജിൽ നമ്മളെ എരുളിയൊക്കെ ഇരിപ്പുണ്ട്. അമ്മ ഇങ്ങനെ എന്നാ ചെറിയ ചെറിയ പണികളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കുറച്ച് എൻഗേജ്ഡ് ആണ്. അപ്പോൾ പിന്നെ ഇതാ എനിക്ക് ക്യാബേജൊക്കെ അരിഞ്ഞ് സബ്ജികളി എന്തൊരു തിരക്കിട്ട പണിയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് നല്ല നൈസായിട്ടിരുന്ന അരിയാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, കിട്ടില്ല. നന്ദു കണിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കിടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും എണീറ്റിട്ട് നല്ലോണം കുളിച്ച് നല്ല വൃത്തിയായിട്ട് വന്നത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ എല്ലാം ഇങ്ങനെ സടുകുടുവായിട്ട് ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലെടുക്കലും പായസം വെക്കലുമാണ് എനിക്ക് മെയിനായിട്ടൊരു പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങ എന്തായാലും നമ്മളെ മുബീനെ കൊണ്ട് ചിരട്ടിച്ചുകൊണ്ട് അവൾ ചിരട്ടി തന്നുകൊണ്ട് അതൊരു ഗുണമായി കിട്ടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് തേങ്ങേറിൻ്റെ പണി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേഗം പാലൊക്കെ എടുത്ത് വെച്ച് പിന്നെ പാലിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ കല്യാണത്തിന് ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പട്ടളത്തിൽ തേങ്ങ ഇടും എല്ലാവരും കൂടി ഇട്ടിട്ട് കലമ്പലല്ല. എന്നിട്ട് അതിനെ ചൂടുവെള്ളം എടുക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇട്ട് അടിച്ച് അതിനെ ഒരു പരുവാക്കും. എന്നിട്ടൊക്കെ തേങ്ങയിൽ തോർത്ത് പിടിക്കും. ആദ്യം തോർത്തായിരുന്നു ആദ്യത്തെ. പക്ഷെ അതിനെക്കാട്ട് ഏറ്റവും വലിയ വിഷം വന്നു പിന്നീട്. വിഷമല്ല, ഒരു അതിന് പറയലുണ്ട്. അപ്പോൾ അത് വന്ന് പിന്നെ അതിൽ പിയാൻ തുടങ്ങി. അത് മറ്റേ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സഞ്ചി ഉണ്ട് പഴയ നമ്മളെ ഒരു പ്രത്യേക പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി. അതിൽ തേങ്ങ ഇട്ടിട്ട് മറത്തി തായിട്ട് പൊടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടു. തേങ്ങാപ്പാലെടുക്കലാണ് ഈ പായസത്തിലെ പണി. ഇതല്ലെങ്കിൽ വേറെ വലിയ പണിയൊന്നുമില്ല. അതങ്ങൾ കുക്കറിൽ വേവിക്കുക. ഇതൊക്കെ എന്ത് അങ്ങനെ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് ഞാൻ വേറെ വേറെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിച്ച് നമ്മളെ വെല്ലം അങ്ങോട്ട് അരിച്ച് നമ്മളെ പായസത്തിലേക്ക് നമ്മളെ പരിപ്പ് വെച്ച് വെച്ചാൽ അതങ്ങോട്ട് തട്ടേണ്ട. അത് പരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടി പിന്നെ വെല്ലം ഒഴിച്ച് നമ്മൾ പായസം റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും വെല്ലമൊക്കെ ഉരുക്കി ഒഴിച്ചതിന് ശേഷം എനിക്ക് ഒരു അബദ്ധം പറ്റിയൊരു കണ്ടയുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാം. പണ്ടിതുപോലെ ഞാനൊരു അരിപ്പ് എടുത്തിട്ടേ പ്ലാസ്റ്റിക്കിന്റെ അരിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം മുന്നേ? പണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ. അതിന് ശേഷമാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അരിപ്പ് അങ്ങനെ തന്നെ ഉരുകിപ്പോയെന്ന് മൊത്തത്തില് ഞാൻ
പ്ലാസ്റ്റിക് സാധനം മാത്രമേ ഉള്ളൂ. അങ്ങനെ കഥ പറഞ്ഞിരുന്ന നമ്മളെ പായസം കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നും നല്ല വെള്ളമായിപ്പോയിന്ന്. ഇല്ല കേട്ടോ, നല്ല കറക്റ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ പരിപ്പല്ലേ ഇങ്ങനെ കുറുകി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലോണം അണ്ടിപ്പരിപ്പും നമ്മളെ മുന്തിരിയൊക്കെ താളിച്ചങ്ങോട്ട് നെയ്യിലൊക്കെ താളിച്ചങ്ങോട്ട് ഇട്ടപ്പോൾ പായസം നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ അടുക്കളയിലെ പരിപാടി ചിക്കൻ പൊരിയും നമ്മളെ അവിയൽ, അതുപോലെ തന്നെ നമ്മളെ ക്യാബേജ് ഒലത്ത്, പിന്നെ ഉണ്ടായിരുന്നാണ് ചെമ്മിക്കറി, അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കലത്തെ സദ്യയിലേക്ക് അങ്ങോട്ട് കയറിയൊക്കെയാണ്. അപ്പോൾ സദ്യ കഴിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ അമ്മാവനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ മുബീനെ പപ്പടം പഴം എല്ലാം കൂട്ടി കഴിച്ചിട്ട് കഴിക്കണം അല്ലേ. അടിപൊളി അതരങ്ങ്. ഞങ്ങളെല്ലാവരും നിലത്തിരുന്നാട്ടാ കഴിക്കണത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. അവർ ഇങ്ങനെ ഹൈറ്റിലിരിക്കുന്നുണ്ട്. അമ്മക്ക് എന്തായാലും നിലത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ സ്റ്റെപ്പുമ്മ പിടിച്ചിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഉള്ള സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാടി ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ. അങ്ങനെ ദൈവം സഹായിച്ച് നല്ലൊരു ഹാപ്പി ആയൊരു വിഷുവും കൂടി ഇവിടെ ഇങ്ങനെ കഴിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെയൊക്കെ വിഷു ആഘോഷിച്ചും ഒക്കെ ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലും ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരാൾ ഇരുന്ന് തിന്ന് കഴിച്ചതാ ഇപ്പോൾ കിടന്ന് കഴിക്കലായിട്ടാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.